എല്ലാവർക്കും സുമീസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് നാളായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇവിടെ വിൻ്ററായിരുന്നു, വിൻ്ററൊക്കെ കഴിഞ്ഞു, സ്പ്രിംഗ് ആയി, ഇപ്പോൾ സമ്മറായി. അപ്പോൾ ഞാൻ ഇതെൻ്റെ ബാക്ക് യാർഡാണ് കേട്ടോ, എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ അകത്തിരുന്ന ചെടികളാണ് കേട്ടോ. വിൻ്റർ ആയപ്പോൾ ഞാനടുത്ത് അകത്ത് വെച്ച എൻ്റെ കറിവേപ്പ്, മുരിങ്ങ അതൊക്കെ ഇവരൊക്കെ പൊട്ടിക്കളത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ സൈഡ് കേട്ടോ. ഇവിടെ ശരിക്കും ഞങ്ങൾ വാങ്ങിയപ്പോൾ ഇത് ലോൺ ഗ്രാസ് ആയിരുന്നു. ഞാനത് ഫുള്ള് കളഞ്ഞിട്ട് അവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടായിരുന്നു. കഴിഞ്ഞ വർഷം കോളിഫ്ലവർ, ബീട്രൂട്ട് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനകത്തുണ്ടായിരുന്ന ബീട്രൂട്ടാണ്. അത് ആ സമയത്ത് വിൻ്റർ ആയ സമയത്ത് ഇത് കുഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് എന്തായാലും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിർത്തി. പക്ഷെ അത് പോയില്ല കേട്ടോ, അത് സർവൈവ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ടയർ, നമ്മുടെ ഇവിടെ അടുത്തൊരു മെക്കാനിക്കൽ ഷോപ്പുണ്ട്, അപ്പോൾ അവിടുന്ന് അവരോട് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ യൂസ്ഡ് ടയർ അവർ കളഞ്ഞതാണ്. അപ്പോൾ അത് എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗാർഡനിങ് പർപ്പസിനാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എത്ര വേണേലും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പതിയെ ഉരുട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ബാക്കിലാണ്. അപ്പോൾ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഇനി അതിൽ മണ്ണ് നിറച്ച് വേണം നമ്മുടെ ചീരയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. പിന്നെ അതിന് ഒന്ന് പെയിൻറ്റ് അടിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ സമ്മറായി, ഇപ്പോൾ നമ്മളുടെ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മളുടെ കിഴങ്ങ് എങ്ങനെയാണ് പാവുന്നതെന്നും അതെങ്ങനെ കിളിപ്പിച്ചെടുത്ത് നമുക്ക് നല്ലൊരു വിളവ് നേടിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന, നമ്മൾ കറി വെക്കാൻ സാധാ വാങ്ങിച്ച കിഴങ്ങാണ്. അത് കിളുത്തത് ഞാനിവിടെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ കിളിപ്പ് വന്നതിൻ്റെ അടിയിൽ വെച്ച് ജസ്റ്റ് മുറിച്ചെടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് പഴയ ചാക്കുകളാണ് കേട്ടോ. പഴയതെന്ന് വെച്ചാൽ നമ്മളിവിടെ അരി വാങ്ങുന്ന ചാക്കാണ്. അരി വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഇതുകൊണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. ഞാൻ കരുതി എന്തായാലും ഇതിൽ വെച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ആ ചാക്കെടുത്ത് അതിനകത്ത് പൊടിയൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് കുറച്ച് മണ്ണ് നിറച്ചു. പിന്നെ നമ്മൾ ഈ ലോൺ കട്ട് ചെയ്യുമ്പോൾ വരുന്ന പുല്ലും അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ ഈ കളകളൊക്കെ പറിച്ച് കളയത്തില്ലേ, അങ്ങനത്തെ പുല്ലുകളൊക്കെ ഞാൻ ഈ ഒരു ബിന്നിനകത്ത് ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ നല്ലതാ കണ്ടോ, മണ്ണ് പോലെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഈ നിറയ്ക്കുന്ന ആ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം മണ്ണും ആ കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, വേറെ പ്രത്യേകിച്ച് വളമൊന്നും നമ്മളിപ്പോൾ ഇടുന്നില്ല എന്തായാലും. പിന്നെ അതുപോലെ നിങ്ങൾ ചാക്ക് നിറയ്ക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു 1/4 നിറച്ചാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ഇത് കിളുത്ത് വന്ന് കഴിയുമ്പോൾ, മുളയൊക്കെ വന്ന് കഴിയുമ്പോൾ പതിയെ അതനുസരിച്ച് മണ്ണ് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ ഇതുപോലെ ഒരു പരീക്ഷണത്തിന് ജസ്റ്റ് ഒന്ന് ചെയ്തായിരുന്നു, വെറുതെ ചെയ്ത് നോക്കിയാൽ. പക്ഷേ അത് സക്സസ് ആയി കേട്ടോ. എനിക്ക് അത്യാവശ്യം കുറച്ച് കിഴങ്ങുകളൊക്കെ കിട്ടി. 2 ചാക്കിലേ ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇതിന് നമ്മൾ ഇടയ്ക്ക് ഈ മണ്ണ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും വളം മിക്സ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ നടുന്നതാണ്. ഇതാക്കണ്ടോ, ആ കിളുത്തിരുന്ന ആ പാർട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് അതിന് ചുറ്റി ഇച്ചിരി ഒരു മണ്ണിട്ട് കൊടുത്തേക്കുക കണ്ടോ, വേറെ ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വിൻ്റർ തീർന്ന് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പ്രിങ്ങിൻ്റെ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്കിതെടുത്ത് പുറത്ത് വെച്ച് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റുള്ള വെജിറ്റബിൾസ് പോലെയല്ല, ഇത് സർവൈവ് ചെയ്യും. എനിക്കൊരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ. പിന്നെ ഞാൻ എല്ലാം പരീക്ഷണമാണ്. ഞാനിവിടെ ഈ കാനഡയിൽ വന്നേ പിന്നെയാണ് ഞാൻ ഇത്രയും കൃഷികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയത്, ഒരു ഉന്മേഷം കിട്ടിയതും. പിന്നെ നമുക്ക് ആവശ്യത്തിന് സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ തന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പാകിയെടുത്ത നമ്മൾ കൃഷി ചെയ്ത നമ്മളുടെ സ്ക്വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മളുടെ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ, ഫ്രീസറിലിരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ കിഴങ്ങൊക്കെ മുളച്ചു ഇത്രയും പരുവത്തിലായി കണ്ടോ. ഞാനിപ്പം കുറച്ച് മണ്ണിട്ട് കൊടുത്തതിന് ഒരു കാര്യം, കിഴങ്ങ് എപ്പോഴും മണ്ണിനടിയിലായിരിക്കണം, മണ്ണിന് മുകളിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെയുള്ള കിഴങ്ങ് നമ്മൾ കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ഒന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ എങ്കിലും ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പലരും പറഞ്ഞ് കേട്ടിരിക്കുന്നതാണ്. കിഴങ്ങുണ്ടാകുമ്പോൾ അതൊരു പച്ച നിറത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ നടുമ്പം അതുപോലെ തന്നെ നട്ട് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കുക, മണ്ണ് എപ്പോഴും ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഈ വേര് ഇറങ്ങുന്നതിനനുസരിച്ച് അതിൽ കിഴങ്ങുണ്ടായി വരും. അപ്പോൾ അത് പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കിഴങ്ങ് ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് ചാക്കായതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ചാക്ക് കട്ട് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം, ഈ ചാക്കിൽ വെച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഒരുപാട് പെർഫെക്റ്റ് ഒന്നുമല്ല. പിന്നെ ഇതൊക്കെ അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്നോട് പലരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ വെറും സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഒരു കാശ് മുടക്കില്ലാത്ത സാധനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മുളച്ചിരിക്കുന്ന കിഴങ്ങൊക്കെ നമ്മൾ കളയുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കട്ട് ചെയ്യുന്നത് എടുത്ത് ഒരു ഇച്ചിരി മണ്ണെടുത്ത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കിഴങ്ങ് അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ കിഴങ്ങ് നട്ടുപിടിപ്പിക്കുന്നതെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.